1052 പേരുടെ തലയോട്ടികൾ പതിച്ച ഗോപുരം. പേടിപ്പിക്കാനായി നിർമ്മിച്ച ഗോപുരം ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ പ്രചോദനമായ കഥ. സെർബിയയിലെ സ്കൾ ടവറിന് പിന്നിലുള്ളത് അത്തരമൊരു കഥയാണ്. ഈ കഥ സെർബിയയുടെ ചരിത്രം കൂടിയാണ്. കോൺസ്റ്റന്റീൻ ചക്രവർത്തിയിൽ നിന്ന് ഓട്ടോമൻ ചക്രവർത്തിമാർ ഭരണം പിടിച്ചെടുത്തതോടെ സെർബിയൻ ജനത ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അടിമകളായി. പിന്നീട് നീണ്ട 5 നൂറ്റാണ്ടുകൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈപ്പിടിയിലായിരുന്നു സെർബിയ. ഒടുവിൽ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് തങ്ങളുടെ സ്വാതന്ത്ര്യം പൊരുതി നേടാൻ തന്നെ ആ ജനത തീരുമാനിച്ചു. 1804 ഫെബ്രുവരിയിൽ ഓട്ടോമൻ ഭരണത്തിനെതിരായ ആദ്യത്തെ സെർബിയൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സ്റ്റീവൻ സെൻഡിലിക് എന്ന വിപ്ലവകാരിയുടെ നേതൃത്വത്തിലായിരുന്നു പോരാട്ടം. 1809 മെയ് മാസത്തിൽ കിഴക്കൻ സെർബിയയിലെ നീഷ് പ്രവിശ്യയിൽ അതിരൂക്ഷമായ യുദ്ധം നടന്നു. ഇതിനിടയിൽ സെൻഡിലിക്കിന്റെ നേതൃത്വത്തിലുള്ള സെർബിയൻ വിപ്ലവകാരികളെ സെഗാർ കുന്നിൽ ഓട്ടോമന്മാർ വളഞ്ഞു. പിടിക്കപ്പെടും എന്നുറപ്പായപ്പോൾ ശത്രുക്കൾക്ക് കീഴടങ്ങില്ലെന്നുറപ്പിച്ച സ്റ്റീവനും അനുയായികളും വെടിമരുന്നിന് തീയിട്ട് സ്വയം അഗ്നിക്കിരയായി. ഒപ്പം അതിക്രമിച്ചു കയറിയ ഓട്ടോമൻ സൈനികരെയും കൊന്നു. ഈ പ്രവിശ്യയിലെ ഓട്ടോമൻ ഗവർണർ ഖുർഷിദ് പാഷ സ്ഫോടനത്തിൽ മരിച്ച സെർബിയൻ വിപ്ലവകാരികളുടെ ജഡങ്ങളിൽ നിന്ന് തലയറുത്തെടുത്ത് സ്റ്റഫ് ചെയ്ത് ശത്രുവിന്റെ മരണം ആഘോഷിക്കാനായി ഓട്ടോമൻ ചക്രവർത്തിയായ സുൽത്താൻ മഹ്മൂദ് രണ്ടാമന് അയച്ചുകൊടുത്തു. ഈ സമ്മാനം ചക്രവർത്തിയെ ഏറെ സന്തോഷിപ്പിച്ചു. ആ തലയോട്ടികൾ നീഷിലേക്ക് തന്നെ തിരിച്ചയച്ച ചക്രവർത്തി വിപ്ലവകാരികളുടെ തലയോട്ടികൾ കൊണ്ട് ഒരു ഗോപുരം പണിയാൻ ആവശ്യപ്പെട്ടു. ഗവർണർ ആ ഉത്തരവ് നടപ്പാക്കി. 4 വശങ്ങളിൽ 14 വരികളിലായി 952 വിപ്ലവകാരികളുടെ തലയോട്ടികൾ ഒട്ടിച്ചു വെച്ച് 15 അടിയുള്ള ഗോപുരം പണിതു. ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ സെർബിയൻ വീരനായകൻ സ്റ്റീവൻ സെൻഡിലിക്കിന്റെ തലയോട്ടിയും സ്ഥാപിച്ചു. ഈ ഗോപുരം വിപ്ലവകാരികളുടെ പോരാട്ട വീര്യം കെടുത്തിക്കളയുമെന്ന് ഭയപ്പെടുത്തുമെന്ന് ചക്രവർത്തി പ്രതീക്ഷിച്ചു. അതുവഴി വിപ്ലവത്തിനെ മുളയിലെ നുള്ളാനാകുമെന്ന് കരുതി. എന്നാൽ തലയോട്ടി ഗോപുരത്തിന് വിപ്ലവകാരികളെ ഭയപ്പെടുത്താനായില്ല. മറിച്ച് ആ ഗോപുരം അവർക്ക് പോരാട്ട വീര്യം പകർന്നുകൊടുത്തു. സ്വാഭിമാനത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും ബിംബമായി ആ ഗോപുരം മാറി. സെർബിയയിലെ ജനങ്ങൾ പൂർവാധികം ശക്തിയോടെ പൊരുതി. എന്നാൽ 1861 നീസിന്റെ അവസാന ഓട്ടോമൻ ഗവർണറായിരുന്ന മിതാദ് പാഷ ഈ ഗോപുരം പൊളിക്കാൻ ഉത്തരവിട്ടു. ഈ ഗോപുരം വിപ്ലവകാരികളെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത് എന്ന തിരിച്ചറിവിനെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ 1878 ഓട്ടോമൻ സാമ്രാജ്യം സെർബിയയുടെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി. 1892 ഈ തലയോട്ടി ഗോപുരത്തിനു ചുറ്റുമായി ഒരു ചാപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചു. എങ്കിലും പല തലയോട്ടികളും നഷ്ടപ്പെട്ടിരുന്നു. 1937 ചാപ്പൽ വീണ്ടും നവീകരിച്ചു. 1948 സ്കൾ ടവറും അതിനു ചുറ്റുമുള്ള ചാപ്പലും സാംസ്കാരിക സ്മാരകങ്ങളായി പ്രഖ്യാപിക്കുകയും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് സെർബിയയുടെ സംരക്ഷണത്തിന് കീഴിലാക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 58 തലയോട്ടികളാണ് ഗോപുരത്തിലുള്ളത്. സ്റ്റീവൻ സെൻഡിലിക്കിൻ്റെതാണെന്ന് കണ്ടെത്തിയ തലയോട്ടി അതിനകത്ത് ഒരു ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരേ സമയം ഭീതി ഉയർത്തുന്ന പോരാട്ട വീര്യം ഓർമ്മിപ്പിക്കുന്ന ഈ ഗോപുരം ഇന്ന് പ്രതിവർഷം 30,000-നും 50,000-നും ഇടയിൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.